LifeNet TV presents Crazy Couple, powered by Chavra Institute and Chavra Film School, Kochi. ചേച്ചി പതിയല്ലേ പേനുണ്ടോ ബേബി? നീ എന്താ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് പോയത്? നിന്നെ ഞാൻ വിളിച്ചതല്ലടാ പട്ടി. ഓ ഷിറ്റ്. എന്താ ചോര? ഞാൻ എല്ലാരോടും ഒരുപാട് തവണ പറഞ്ഞു ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങക്ക് എന്നെയും എന്റെ മുത്തപ്പനെയൊക്കെ പുച്ഛം. ചേച്ചിനെ ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. എന്റെ തോളി തട്ടി ആരും വിളിച്ചു. ഓഹോ, തിരിഞ്ഞു നോക്കുമ്പോ ആരുമില്ല. ചങ്ങലമാടൻ ബല അതൊന്നും പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കരുത് കേട്ടോ. എന്നെ കേക്കാദ്യേട്ടാ, പണ്ട് എന്റെ മുത്തച്ഛൻ കുന്നിൻചെരിവില് സർക്കിട്ടിന് പോയി. മുത്തച്ഛനാണോ? മുത്തച്ഛൻ ഒറ്റക്കായ സമയത്ത് മാടൻ ഇറങ്ങി. മാടൻ പേടിപ്പിക്കാൻ തുടങ്ങി, ചങ്ങല കൊണ്ട് അടിക്കാൻ തുടങ്ങി. മാടന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ആയുസില്ലാന്നാ. പാവം എന്റെ മുത്തച്ഛൻ മുത്തപ്പനെ മനസ്സിൽ ധ്യാനിച്ചു ഒറ്റോട്ടമായിരുന്നു. എന്റെ മുത്തപ്പ. ഓക്കെ, ഇനി ആരും ഒറ്റയ്ക്ക് ഇറങ്ങണ്ട പുറത്ത് കേട്ടോ. അതാ നല്ലത്. കിട്ടി കിട്ടി കിട്ടി. ഉള്ള സമാധാനം പോയി, പൈസ പോണെങ്കിൽ പോട്ടെ. ഇതിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചേട്ടായി എന്താടാ എന്തു ആലോചിക്കുന്നേ? എടാ, ഞാൻ ഈ ട്രിപ്പ് പരിപാടി മൊത്തത്തിലൊന്ന് കളറാക്കാൻ വെറുതെ ഇട്ടൊരു നമ്പരാ. ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതാണോ അതോ എൻ്റെ തോന്നലാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ പൊട്ടീന്നോ ചെതറീന്നോ തെറിച്ചെന്നൊക്കെ പറഞ്ഞതോ? എടാ, ഞാൻ ഇന്നലെ ബാലറിയാതൊരു ബിയർ അടിച്ചായിരുന്നു. ഒരുപാട് നാളെ കൊണ്ട് ഒരു ബിയർ മതിയായിരുന്നു. അപ്പോൾ അടിച്ച ഫിറ്റിൽ എനിക്ക് തോന്നിയ തോന്നലാണോ എന്നെനിക്കിപ്പോൾ തോന്നുന്നു. അടിപൊളി അടിപൊളി. ഇതിപ്പോ മൊത്തത്തിൽ കളറായി. വല്ലാണ്ട് വന്ന് നിന്നൊക്കെ വേസ്റ്റായി. എൻ്റെ ബേബി ഫോർ യൂട്യൂബ് ചാനൽ, അതിൻ്റെ ലോഞ്ച് എല്ലാം ഫ്ലിപ്പായി. എൻ്റെ സിനിമാ സ്വപ്നം എല്ലാം വേസ്റ്റായി. ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടിയ ജോബ് പ്ലേസ്മെന്റ് കളഞ്ഞിട്ട് ഞാൻ ഈ പരിപാടിക്ക് വന്നേ. ഓ, നീ എൻ്റെ ഇടയ്ക്ക് സിനിമയൊക്കെ പഠിക്കാൻ പോയി? ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചാവറയുടെ കീഴിലുള്ള ഫിലിം സ്കൂൾ ഉണ്ടല്ലോ, അവിടെ +2 ഡിപ്ലോമ മതി. ഫിലിം മേക്കിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഫിലിം എഡിറ്റിംഗ്, ആക്ടിങ് ഇതെല്ലാം പഠിപ്പിക്കും. ഓഹോ, ഇതെല്ലാം വെള്ളത്തിലായി. എടാ, ഇപ്പം ടെൻഷൻ അടിക്കാതെ. ഇതിപ്പോൾ എൻ്റെ ഡ്രാമയെ തുടങ്ങിയ കളിയാണല്ലോ. ശരിയോ? ഡ്രാമയാണെങ്കിൽ നടന്നോക്കി എന്താ, ഇതിപ്പോൾ റിയാലിറ്റി എന്താ ഫിക്ഷൻ എന്താന്ന് മനസ്സിലാവാത്ത അവസ്ഥയായി. എടാ മോനെ, നീ ടെൻഷൻ അടിക്കില്ലേ? എടാ, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഇവിടെ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ല, പ്രേതമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് സമ്മാനം കിട്ടും. ചിലപ്പോൾ കുറച്ച് സമാധാനം കിട്ടും. കുറച്ചുണ്ടാവും. ഫോളോ മീ. എന്താ പ്ലാൻ എന്നോട് പറഞ്ഞിട്ട് പോ. എല്ലാരും ഉണ്ടല്ലോ. കണ്ടോ ആദ്യമായിട്ട് അവന്റെ കൊള്ള ലക്ഷണം കണ്ടോ? ബല, നമ്മൾ വളരെ സമാധാനപരവും സൗഹൃദപരമായ ഒരു ചർച്ചയ്ക്കാണല്ലോ വന്നിരിക്കുന്നത്. ബി കൂൾ, കാം. ബ്രോ, ഞങ്ങൾ എല്ലാവരും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളത്. നമ്മുടെ ഹാളിലിരിക്കുന്ന മൂപ്ലാന്റെ ഫോട്ടോ ഇല്ലേ, അത് കണ്ടപ്പോ വെറുതെ തമാശയ്ക്ക് അല്ല, അത് കണ്ടപ്പോ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചു. ഞാൻ അപ്പം തന്നെ ബാലോട് ഷെയർ ചെയ്തു നോർമലായിട്ട്. അതിനുശേഷം ഇവരെന്തൊക്കെയോ കണ്ടെന്നോ പേടിച്ചെന്നോ ഒക്കെ പറയുന്നു. ഒരുമാതിരി ഓവർ സ്മാർട്ട് ആവരുത്. താനും കണ്ടല്ലേ, താനും പേടിച്ചല്ലേ? അല്ല, ഞാനും കണ്ടു എന്തോ ഒരു നെഗറ്റീവ് ഫീൽ. അങ്ങനെ എനിക്ക് തോന്നി. കുട്ടാ, നീ ഒന്ന് പറഞ്ഞേ, ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല സാർ, കാരണം ഞാനിവിടെ ചോദിച്ചിട്ട് ഒരാഴ്ചയാവുന്നല്ലേ ഉള്ളൂ. പന്നിയുടെ വായിൽ പഴം തിരികെ വെച്ചേക്കായിരുന്നോ? ബല 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 കൂൾ 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 കൂൾ. ഓക്കേ ഓക്കേ അതേടാ, കറിയോൺ. എന്റെ ബ്രോ, സമാധാനമായിട്ട്. അതെ, ഞങ്ങൾ ഒരു വിധമാണ് ഹണിമൂൺ സെറ്റ് ആക്കിയിട്ട് വന്നിരിക്കുന്നത്. പറടാ, ഞാനെന്ത് വേണോ നിങ്ങൾ പറയുന്നേ? കുട്ടാ, നീ ആ ഫോൺ നിർത്ത് നിന്റെ മുതലാളി ഒന്ന് വിളിക്കണം. എന്നിട്ട് സമാധാനപരമായിട്ട്
ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് ചോദിച്ചറിയണം. ഒന്നുമില്ലെന്നറിയുമ്പോൾ ഞങ്ങൾക്കതൊരു സമാധാനമാകുമല്ലോ. പറ്റൂല സാർ, കാരണം രാവിലെ മുതൽ അങ്ങേരെ തന്തയ്ക്ക് വിളി ഞാൻ കേൾക്കുന്നതാ. ഇനി അയാൾ എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛന് മാത്രമേ വിളിക്കാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾപ്പിക്കരുത്. ജെയിംസ് ഒന്ന് വിളിക്കടോ. താൻ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഇന്ന് തന്നെ വെക്കേറ്റ് ചെയ്യും. പക്ഷെ തനിക്ക് ഞങ്ങളെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഞാനൊന്ന് ട്രൈ ചെയ്യാം. മതി. നിന്റെ ചിരിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. പോടാ, ഇതുവരെ നടക്കൂ. നീ ഒന്ന് സമാധാനപ്പെടുക. മുതലാളി, നീ എന്റെ അപ്പനാവാൻ നോക്കല്ലേ. എന്റെ റിസോർട്ട്, എന്റെ അപ്പന്റെ ഫോട്ടോ അത് എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ലെങ്കിൽ നീയോ വന്ന ഗസ്റ്റിനോട് വാങ്ങാൻ പറ. എടാ നിന്റെ അടുത്ത് 2 ദിവസം ഒരു കലിപ്പ് തീർക്കാണ്ട്. ചോദിക്കാം. കുട്ടാ, എന്തു പറഞ്ഞു മുതലാളി? നിങ്ങളോടല്ല, എന്നോടാ. പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. കേക്കണോ? അപ്പൊ ശരി. ആ പണി പാളിയിലോടാ. ചേട്ടായി, എനിക്ക് ഇനി ഇവളെ കൊണ്ട് നടന്ന് ഓടാൻ വയ്യ. ഇവിടെ തന്തപ്പടിയാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. പ്രേതമെങ്കിൽ പ്രേതം. ഐ ആം ഗോണ ഫേസ് ഇറ്റ്. അല്ലേ ബേബി? നിനക്കെന്നെ കണ്ണിൽ പേടി കാണാനുണ്ടോ? വന്നേ. ചേട്ടായിക്ക് കാണുന്ന തടി മീശം തന്നെ ഉള്ളൂ. പേടിയാ. നമുക്ക് പോണോ ബാല? എന്തായാലും ഇനി ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ അവരൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ തോന്നലാണെങ്കിലോ? എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനി ഒരു ദിവസം കൂടെ നിന്നിട്ട് പോവാം. നിനക്ക് പേടിയുണ്ടോ? ആദ്യേട്ടാ, ആദ്യമായിട്ട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല. ആദ്യമായിട്ട് എങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഞാൻ. എൻ്റെ കണ്ണിൽ നോക്കിയേ, കണ്ണിൽ പേടി കാണുന്നുണ്ടോ? എന്നാൽ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ നമ്മളിനെ അതിജീവിക്കും. ഭയം വേണ്ട, ജാഗ്രത മതി. നമ്മളിവിടെ എന്തിനാ വന്നേ? നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് മാറിയില്ലേ? എന്നാ പിന്നെ റൂമിലോട്ട് പോവാം. ഇതാണ് അവൻ്റെ 24/7. എന്താടാ ചേട്ടായി, ഞാൻ കണ്ടു ചേട്ടായി. എന്ത് കണ്ടു? ചേട്ടായി, ആ ഫോട്ടോ പല സ്ഥലങ്ങളായിട്ട് ഞാൻ കണ്ടതാ. എടാ, നിനക്ക് തോന്നിയതായിരിക്കും. പോയി കിടന്നോളാം. എന്റെ പൊന്നു ചേട്ടായി, ചേച്ചി പറഞ്ഞത് 2 കണ്ടോണ്ട് ഞാൻ കണ്ടതാ. നമുക്കിവിടെ പോവാം. ചേട്ടായി നിങ്ങൾ നോക്കണം. ചേട്ടായി കണ്ണിലോട്ട് നോക്കി പേടിച്ച് വിറച്ച് വധിക്കുക. പേടിച്ച് തൂർത്തിരിക്കുന്നത് വലിച്ച കോമഡി അടിക്കല്ലേ? പേടിക്കല്ലേ നീ? അല്ല, ഒരു ഗ്യാപ്പ് കിട്ടി പഠിച്ചെന്നേ ഉള്ളൂ. ആട്ടെ, നീ എവിടെയാ കണ്ടേ? ആ ഫോട്ടോ പല സ്ഥലങ്ങളില്. വാട പൊട്ട കണ്ടോ? എന്തോ പ്രശ്നമില്ലേ ചേട്ടായി? നമുക്ക് കൊടുത്ത് പാക്കപ്പ് ചെയ്യാം. എന്തായാലും നമ്മൾ വന്ന് പെട്ട്. ഇനി ഈ ഫോട്ടോയുടെ പിന്നിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. നാളെ രാവിലെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ?